എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി പടം. കോമഡി പടമാണ്, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബേസിൽ തകർത്തു, നയം തകർത്തു, എല്ലാവരും തകർത്തു. എല്ലാം നല്ല സിനിമ ചിരിച്ചു വയ്യണ്ടാവണ്ട. ഫുൾ കോമഡിയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും. അതായത് ഇതാ ഡയറക്ടർ ശിവപ്രസാദിന്റെ എഴുത്തുകാരൻ ഇങ്ങനത്തെ രാജേഷ് സീരിയൽ കില്ലറുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്. നല്ല സിനിമ, എല്ലാവരും കുടുംബമായിട്ട് വന്നിരുന്ന് കാണാമേ. എല്ലാ പടം നോക്കട്ടെ. നല്ല പടം, നല്ല സിനിമയാണ്. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കോമഡി പടം. കോമഡി പടമാണ്, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെക്കേഷൻ പറ്റിയ പടമാണ്. ഡയറക്ടർ പറഞ്ഞ പരസ്പരം ചേട്ടൻ ചെയ്തേക്കുന്നതിൽ വ്യത്യസ്തമായൊരു വേഷമാണ് ഇത്. മരിച്ചഭിനയിക്കുന്ന പടമാണ്. പക്ഷെ അത്രയും ഞാൻ വിചാരിച്ചില്ല. മരിച്ചഭിനയിക്കുന്ന പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സാധാരണ സിനിമയിൽ വരാത്തൊരു സാധാരണ മരിച്ച ബോഡിയെ കൊണ്ടുപോകാൻ മാത്രമാണ്. ഇത് ത്രൂഔട്ട് എത്രയോ പല ഇതിലും വരുന്നുണ്ടല്ലോ. അതിൽ ഒക്കെ ഇത് വലിയൊരു അനുഭവമായിരുന്നു. എന്തായാലും പടം കണ്ട് മൊത്തം കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അത് തന്നെ ബാക്കിലിങ്ങനെ ഇരുന്ന് കണ്ട്. നിങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ കണ്ടോ? പടം കണ്ടിരുന്നോ? പടം കണ്ടിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടം, അടിപൊളി. എനിക്ക് വർക്കായി, എല്ലാവർക്കും വർക്കായെന്ന് അറിയില്ല. തിയേറ്ററിൽ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ബേസിലും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും, രാജേഷ് സീരിയലായിട്ട് കിഡില പെർഫോമൻസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അപ്പൂപ്പൻ അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അനീഷ്മ, പിന്നെ എല്ലാവരും, സിജു, കൺവിൻസിങ് സ്റ്റാർ കുറേ കോമഡി, ഭയങ്കര ശരിയായിരുന്നു തിയേറ്ററിൽ. നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്, മ്യൂസിക് നന്നായി, നല്ല രസമായിട്ടുണ്ട്. വീണ്ടും കോമഡിയിലേക്ക് ബേസിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, രസമായിട്ടുണ്ട്, ഫണ്ണായിട്ടുണ്ട്. ഇതിൽ ഒരു ക്യാരക്ടർ മാത്രമല്ല, എല്ലാവരും കൂടെ ഉള്ളൊരു ചേരുമ്പോഴാണ് ഫണ്ണ് വരുന്നത്. നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട് എനിക്ക്. ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഞാനും കൂടി ഭാഗമായിട്ടുള്ള സിനിമയാണ്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഭയങ്കര വർക്കിംഗ് ആണ്, വ്യത്യസ്തമായിട്ട് പാറ്റേൺ ആയിരുന്നു. എനിക്ക് ആ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ്, ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് അതിൻ്റെ പിന്നെ ഭയങ്കര വർക്കിംഗ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വെക്കേഷനാണ്, അപ്പം വിഷുദിനം ഒക്കെയാണ്. ഇപ്പം എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ വളരെയധികം തമാശകൾ നിറഞ്ഞ, അത് പ്രത്യേകിച്ച് തമാശകൾക്ക് ഭയങ്കര റിപ്പീറ്റ് വാല്യൂയും കൊണ്ടുള്ള ഒരു തമാശകൾ കൂടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഉറപ്പായിട്ടും കാണുക. അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. വിഷുവിന് തൂക്കണം എന്നാണ് അതിൽ ആ സിനിമയുടെ ഒരു ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി പ്രേക്ഷകരാണ് തിരുമ്മിയെന്ന്. പക്ഷേ ഹ്യൂമറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ബേസിൻ്റെ ഒരു വേഷനാണ്. ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. ബേസിലാണെന്ന് പറയാൻ പറ്റില്ല, വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ. എല്ലാവരും, നാദ്രയാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും പുതുമോ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിജുവിൻ്റെ ആണെങ്കിലും ഭയങ്കര രസമായുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. ഭാഗമാകാൻ പറ്റിയല്ലോ. പടം നല്ല രസമുണ്ട്. എല്ലാവരും കാണണം, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഓക്കെ. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അതറിയില്ല, നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന തോന്നണേ. കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. കണ്ടോ കേട്ടോ. ബേസിൽ തകർത്തു, നയം തകർത്തു, എല്ലാവരും തകർത്തു. എല്ലാം ബേസിലാണോ സ്കോർ ചെയ്തത്? ആരാ സ്കോർ ചെയ്തത്? അത് ഓരോ ഓഡിയൻസിനും ഓരോരുത്തരായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം മൊത്തത്തിൽ എല്ലാവരും ഉള്ള ഒരു പരിപാടിയാണല്ലോ. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ വരാൻ. അതെ, ഉറപ്പായിട്ടും വരിക, ചിരിക്കുക, എൻജോയ് ചെയ്യുക, പോവുക. അതാണ് ചിരിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ചിരിക്കുക. ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് എല്ലാവരും കൂടെ ഒരു പരിപാടിയാണല്ലോ. ഇതൊരു ഗ്യാങ്ങിന്റെ പരിപാടിയാണല്ലോ. അത് ഓരോ, ഞാൻ പറഞ്ഞ കാണുന്ന ആൾക്കാർക്ക് ആരൊക്കെയാണോ ഇഷ്ടം അവരോടായിരിക്കും അവർ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്താ പറയാ, നമ്മൾ ഈ സിനിമ കുറേ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇനി ഞങ്ങളുടെ അഭിപ്രായം അല്ല വലുത്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മുടെ പടത്തിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നല്ല ചിരിയും കയ്യടിയും ബഹളമൊക്കെ ഉണ്ട്.
അത് അങ്ങനെ പറയാനില്ല, സിനിമ കാണുമ്പോൾ പറയാം കേട്ടോ. പ്രേക്ഷകർ, കുട്ടികൾ, മുതിർന്നവരെല്ലാവരും വന്നിരും സിനിമ കാണട്ടെ. ഇനി അവരുടെ അഭിപ്രായം കേൾക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അറിയോ, എല്ലാവരും ഈക്വലി ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒരു സീൻ തന്നെ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. സോ അതും ഇങ്ങനത്തെ കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഡു. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമഡി ചെയ്യാൻ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്. ഒരാൾക്ക് വന്ന് കാണട്ടെ എല്ലാവരും.